ജൂലിയുടെ ടീ ടൈം ആയിട്ടുണ്ട് കേട്ടോ. 4 മണിയായി. ജൂലി പാലും ബിസ്ക്കറ്റും കഴിക്കാൻ വന്നേക്കാണ്. അതേ ചിണ്ടൻകുഞ്ഞ് അടുത്ത് പോയി നിൽക്കണുണ്ടോ. വാല് കണ്ടോ ചിണ്ടൻകുഞ്ഞിൻ്റെ? ഹായ്, എന്ത് ഭംഗി. ഒരു വഴക്കില്ല കേട്ടോ, അവർ തമ്മിൽ കൂട്ടാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ ഒരു സ്നേഹം വിചാരിച്ചിട്ട് വേറെ ഡോഗ്സ് വരുമ്പോൾ ചിണ്ടൻകുഞ്ഞ് ചെന്നാൽ പണി കിട്ടും. വേറെ കുറേ ദുഷ്ടന്മാർ വരുന്നുണ്ടേ. ജൂലിക്കുട്ടി ഒന്ന് പേടിച്ച് നിൽക്കുക കേട്ടോ. ചിണ്ടൻകുഞ്ഞ് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ചിണ്ടൻകുഞ്ഞിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിണ്ടൻകുഞ്ഞ് അവൾ കഴിക്കണത് ഇങ്ങനെ നോക്കി കിടക്കുകയാണ്. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം എല്ലായിടവും നനഞ്ഞൊക്കെ കിടക്കണുണ്ട്. പൊടിയൊന്നുമില്ല. ചിണ്ടു കുഞ്ഞേ, അവൾ കഴിക്കട്ടെ. ജൂലി ഒന്ന് പേടിപ്പിക്കാനായിട്ട് അവൻ ചെന്നു കേട്ടോ, ചിണ്ടൻ. അപ്പോൾ ഞാൻ അവനെ മാറ്റിക്കഴിഞ്ഞാൽ ആ ദേഷ്യത്തിനപ്പം മുരിങ്ങ മരത്തിൽ കയറും ചിലപ്പോൾ. അതാ എൻ്റെ പേടി. കണ്ടോ, പുഴയിലേക്ക് വീഴുന്ന എല്ലാവരും പറഞ്ഞു. അങ്ങനെ വീഴുമൊന്നുമില്ല കേട്ടോ. ഇവിടെയുള്ള എല്ലാ പൂച്ചകളും അങ്ങനെ കയറാറുണ്ട്. വീണാലും താഴെ കുറേ ചെടികളൊക്കെ ഉണ്ട്, അവിടെ കൂടെ കയറി പോന്നോളും. ഒരു മൃഗങ്ങളല്ലേ, നമുക്ക് അവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ അവർ കണ്ടുപിടിക്കും. ഇവിടെ എല്ലാ പൂച്ചകളെയും മുരിങ്ങമരത്തിൽ കയറുമായിരുന്നു. ഇതിലും വലിയ മുരിങ്ങമരമായിരുന്നു. അത് കാറ്റത്ത് കുറേ ഒടിഞ്ഞു പോയതാണ്. ജുലിക്കുട്ടി ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ചിണ്ടൻകുഞ്ഞിക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഇങ്ങനെ കുറുമ്പ് കാണിച്ച് നടന്നാൽ മതി. വാലുമ്മ ഉണ്ടല്ലോ, പുളിയുറുമ്പ്, മിഷർ എന്ന് പറയില്ല, അത് കയറിയിട്ടുണ്ട്. അതാണ് വാലിങ്ങനെ നക്കിക്കൊണ്ടിരിക്കുന്നത്. നിറച്ച് മിഷറാണ് ഇവിടെ. അതെനിക്കൊരു പേടി നിൽക്കുക. എന്നെയും കൂടെ കടിക്കും. ജുലിക്കുട്ടി കഴിച്ചോട്ടാ. ജുലിക്കുട്ടാ.